ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതിന് സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നു, പക്ഷേ ഓരോരോ തിരക്കുകൾ കാരണം നടക്കാതെ പോലാണ് കേട്ടോ. ഇതെന്താ ഈ വീടിൻ്റെ കോലം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? വേറൊന്നുമല്ല, ഇത് നമ്മൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒഴിവാവണമെന്ന് പറഞ്ഞു. അവർ ഒരു ബിൽഡിങ് മൊത്തമായിട്ട്, അപ്പാർട്ട്മെൻറ്റ് മൊത്തമായിട്ട് ഈ പ്രസവാനന്തര ശുശ്രൂഷൻ്റെ ഒരു ടീം ഏറ്റെടുത്തിട്ട് അവിടെ അങ്ങനെ നടത്തുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അവിടുന്ന് നമ്മളൊരു വീട്ടിലേക്കാണ് കേട്ടോ മാറിയത്. അപ്പാർട്ട്മെൻറ്റുകൾ തന്നെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനും മക്കളും ഒറ്റയ്ക്കാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് പേടിയാവും രാത്രിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ അതായിരിക്കും നല്ലതെന്ന് കരുതി കുറേ അന്വേഷിച്ചു. പക്ഷെ അവിടെ എവിടെയും കിട്ടാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് മാറി. അങ്ങനെ ഓരോ പണികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ എ സിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഇവർ അത് ഫിറ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. മുമ്പ് എ സി ഇതേപോലെ ഫിറ്റ് ചെയ്ത സമയത്ത് ഇവർ നന്നായിട്ട് പൊടിയെല്ലാം നിറച്ചിട്ട് പോയിട്ടോ. നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എ സിൻ്റെ ഫിറ്റ് ചെയ്യുമ്പോഴുള്ള പൊടിയൊക്കെ വീടിൻ്റെ ഉള്ളിലും പെയിൻ്റ് അടിച്ച ഭാഗങ്ങളൊക്കെ ആകുമ്പോൾ ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞപ്പോൾ ഇന്ന് ഇവരെന്ത് ചെയ്തു, ഇതേ രീതിയിൽ ചെയ്തു തന്നിട്ടോ. പക്ഷേ അതിന് ശേഷം എ സി ക്ലീൻ ചെയ്തപ്പോൾ ഇവർ റൂമിൽ മൊത്തം പൊടിയാക്കിയിട്ടോ. അങ്ങനെ അന്ന് എ സി ഫിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോയിട്ട് ഉച്ചഭക്ഷണമൊക്കെ പുറത്തുനിന്നായിരുന്നു. കാരണം ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ, കുറച്ച് സാധനങ്ങൾ പുതിയ വീട്ടിൽ അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. ഒരു 4-5 ദിവസം എടുത്തു സാധനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്യാൻ കേട്ടോ. അതായത് വലിയ വണ്ടിയിൽ എന്തായാലും ഫുള്ളായിട്ട് കൊണ്ടുവന്ന് വെക്കുമ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് പണിയെടുത്ത് തീർക്കാൻ കഴിയാതിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് സാധനങ്ങൾ അങ്ങനെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഉള്ളതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് കരുതി. അങ്ങനെ ഇത് ലാസ്റ്റ് ദിവസം കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ലോറിയിൽ വലിയ അതിൽ കൊണ്ടുപോയത്. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാ സാധനങ്ങളും എടുത്തിട്ടോ. വീട്ടിൽ എന്തായാലും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞല്ലേ, അപ്പോൾ വൃത്തിയാക്കി കൊടുക്കണ്ടേ. അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി തുടച്ചിട്ട് കൊടുക്കാമെന്നേനു വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ പണിക്കാർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ നിലത്ത് ഫുള്ള് ചളി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഹസ്ബൻഡിൻ്റെ പണി ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ അവർ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ കാലുമലൊക്കെ ചളിയൊക്കെ ആയിട്ടാണല്ലോ വരിക. അപ്പോൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ എടുത്തപ്പോൾ വെള്ളം നിലത്തായിട്ട് അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫുള്ള് ചളിയായിപ്പോയി. അപ്പോൾ ഞങ്ങൾ കരുതി തുടയ്ക്കുന്നതിനെക്കാട്ടിലും എളുപ്പം വെള്ളം ഒഴിച്ച് കഴുകണതാവുമെന്ന് വിചാരിച്ച് അങ്ങനെ നിലം ഫുള്ള് വെള്ളം ഒഴിച്ച് കഴുകി. പിന്നെ ലാസ്റ്റ് കൊണ്ടുപോകാനുണ്ടായിരുന്നത് ഗ്യാസും സ്റ്റൗവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതും കഴുകിയിട്ട് അങ്ങോട്ടേക്ക് എടുക്കാമെന്ന് കരുതി അങ്ങനെ ഫുള്ള് കഴുകി. പക്ഷെ ഞാൻ വെള്ളത്തിൽ കഴുകിയത് കൊണ്ട്, നിലം ഫുള്ള് വെള്ളം ഒഴിച്ച് കഴുകിയത് കൊണ്ട് മക്കൾ വെള്ളത്തിലിരുന്ന് കളിക്കുകയാണ് കേട്ടോ. കുറേ സമയം അവിടെ ഇരുന്ന് ഇങ്ങനെ നിരങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. വീഗാലാൻഡിലൊക്കെ പോയ പോലെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല വെള്ളമായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ആദ്യം ഒരു വെള്ളത്തിൽ ചളിയൊക്കെ അടിച്ച് കഴുകിയതിന് ശേഷമാണ് കേട്ടോ അവരിങ്ങനെ കളിച്ചത്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഈ വീട് അപ്പാർട്ട്മെൻറ്റ് മാറണമെന്ന് ഒരു താല്പര്യവും ഇല്ലേനു. പക്ഷേങ്കിൽ എന്താ പറയുക, ഗതികേട് എന്ന് പറയാം. ആദ്യം അങ്ങനെ വിചാരിച്ചിട്ടോ, ഗതികേട്, ഇതിലും വലിയ ഗതികേട് വേറൊന്നും വരാനില്ലല്ലോ. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് താമസിക്കാനൊരു സ്ഥലമെങ്കിലും ഉണ്ടല്ലോ. അതും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ രാത്രി 2 മണിയായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. പിന്നെ അതെല്ലാം പെറുക്കി വെക്കാനുള്ളതാണ്, ഡ്രസ്സുകളും ബെഡ്ഷീറ്റ്, ടർക്കികൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഓരോന്ന് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് ഓരോ റൂമിലാക്കി വെച്ചതാണ് കേട്ടോ. ഈ വീട്ടിൽ 3 റൂമുണ്ട്. ചെറിയ വീടാണ്, പക്ഷേ 3 റൂമുണ്ട്. ഹാള് 4 റൂമുള്ളത് ഒരു ഒന്ന് ഉള്ളിൽ തന്നെ ബാത്റൂം ആക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, രാത്രി വന്നിട്ട് ഫസ്റ്റ് ബെഡ്റൂം കിടക്കാനുള്ളത് മാത്രം പൊടിയൊക്കെ തട്ടി കട്ടിലൊക്കെ ജോയിൻ ചെയ്ത് അവിടെ വെച്ചു. എന്നിട്ട് പിന്നെ സാവധാനം മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് കരുതി. അപ്പോൾ മേലെയും സ്പേസ് ഒക്കെ ഉണ്ട്, ഇതേപോലെ സ്പേസ് ഉണ്ട്. അപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്നാലും
ഇവിടുത്തേനെക്കാട്ടിലും ഞങ്ങൾക്ക് സൗകര്യം അത് തന്നെയായിരുന്നു. ചെറിയൊരു ടൗണിൽ നിന്ന് പോക്കറ്റ് റോഡ് കയറിയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നെങ്കിലും ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലുകൾ അടുത്തുണ്ട്, സ്കൂളുകൾ, അങ്ങനെ എല്ലാം തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു വീട്ടിലേക്ക് മാറിയപ്പോൾ മോൻ്റെ സ്കൂള് കുറച്ച് ദൂരമായി. അപ്പോൾ ഓന് അടുത്ത വർഷം മുതൽ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ടൗണിനോടുള്ള ഒരു അടുപ്പം വല്ലാത്തൊരു അടുപ്പേനു. കാരണം നമ്മൾ ഏകദേശം അവിടെ സെറ്റായി 6 വർഷത്തോളമായിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ ആയിരുന്നു താമസം. അപ്പോൾ അവിടെ ഏകദേശം എല്ലാം പഠിച്ച് ഈ നാട്ടിലുള്ള ആൾക്കാരല്ലാത്തത് കൊണ്ട് അവിടെയുള്ള ആൾക്കാരെ മൊത്തം നമ്മൾ അറിയുന്ന ആൾക്കാരായി മാറി. പിന്നെ പെട്ടെന്ന് വേറൊരു നാട്ടിലേക്ക് പറിച്ച് നടുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു വ്യത്യാസമല്ലേ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരോട് സംസാരിക്കാനോ പറയാനോ ഒന്നുമില്ല, മക്കൾക്ക് കളിക്കാൻ ആൾക്കാരില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതേപോലെ ചെറിയ ചെറിയ കടകളാണെങ്കിലും ഇവിടെ ഉള്ളത് ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ളൂ. മറ്റേത് ടൗണിൽ തന്നെ ആയതുകൊണ്ട് നല്ല സുഖേനു. എന്തിനും ഏതിനും നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്താവശ്യങ്ങൾക്ക് പോയാലും അത് സാധിക്കാൻ പറ്റിയിരുന്നു. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു അതെ ആ ടൗണിലേക്ക് തന്നെ പോകണം തോന്നുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള നമുക്കുണ്ടാവുമല്ലോ, മറ്റേതിനോടൊരു സാറ്റിസ്ഫൈഡ് ആയി പോയിട്ട് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനോട് പൊരുത്തപ്പെട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി തുടങ്ങി, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ചയായി. എന്നാലും പണ്ടത്തെ ആ ഒരു സുഖവും സമാധാനവും ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ.